ഹലോ, ദേശാഭിമാനി അല്ലേ? അതെ ചേട്ടാ, നമ്മളെ ഇപ്പോ ഞാൻ വേറൊരു നമ്പറിൽ വിളിച്ചപ്പോഴാണ് ഈ നമ്പറിലേക്ക് വിളിക്കാൻ പറഞ്ഞത്. ഓൺലൈൻ പേജില് ഈ കെയറൈസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇതിനെ സംബന്ധിക്കുന്ന നമ്മുടെ പത്രത്തിലും വാർത്ത ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ ഇന്നത്തെ പത്രം കണ്ടില്ല, കാരണം പുറത്തായിരുന്നുകൊണ്ട് വായിക്കാൻ പറ്റിയില്ലായിരുന്നു. പത്രത്തിൽ 1-ാം പേജ് വാർത്തയാണ് അത്. അല്ലാതെ അത് 28 രൂപയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ പേജ് കിടക്കുന്നത്. അങ്ങനെയാണ് അത് അങ്ങനെ വരാൻ സാധ്യത സംഭവം ഉള്ളതാണ്. അതെ 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 ആണല്ലേ? അത് സർക്കാർ തീരുമാനിച്ചേക്കുന്ന കാര്യത്തിലാണ്. കാരണം എന്താ അറിയോ, ഈ മറ്റേ ഈ ഇതിന്റെ കാര്യം ഉണ്ടല്ലോ, ഈ ഭാരതരി എന്ന് പറഞ്ഞുള്ള സംവിധാനം അതെല്ലായിടത്തും ഓടുന്നുണ്ടല്ലോ. അപ്പൊ അത് ആ ഓടുന്നതിന്റെ കൂട്ടത്തില് ഈ സംഭവം വന്നില്ലെങ്കിൽ പ്രശ്നമാവും. അതെ അതെ അതെ, ഇത് നല്ല അരിയുമാണ്. മറ്റേ ഭാരതരി എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പച്ചരി അതല്ല ഇത്. അത് ഇന്നലെ നമ്മുടെ കോട്ടയം ഭാഗത്തൊക്കെ ആൾക്കാർ വാങ്ങിച്ചു. ഞങ്ങൾ കോട്ടയംകാരൻ. അവിടെ ആ ഭാഗത്ത് ഇത് വന്ന സാധനം എന്ന് പറയുന്നത് അവര് പറയുന്നത് നല്ല അരിയാണെന്ന് പറഞ്ഞു. അവര് ചേർക്കാത്ത അരിയാന്നൊക്കെ പറഞ്ഞു. അവര് കളറൊന്നും ചേർന്നായിട്ട് കറവലൊന്നും ഇല്ലാന്നാ പറഞ്ഞത്. അത് പക്ഷെ സംഭവം നല്ലതാണ്. പക്ഷെ അത് ബിരിയാണി പോലെ ഇരിക്കുന്ന അരിയാണെങ്കിലും പാലക്കാട്ടെ അരിയില്ലേ, അതുപോലത്തെ അരിയാണെന്നാ അവര് പറഞ്ഞത്. അപ്പം ഈ അരി വരുമ്പോ അറിയാം അത് തമ്മിലുള്ള വ്യത്യാസം. അത് ഇത് നമ്മളെന്ന് പറഞ്ഞ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന അരിയായിരിക്കും. അല്ല, അപ്പൊ അത് അങ്ങനെ ആവണമെന്നില്ല. നമ്മുടെ ആന്ധ്രയിൽ നിന്ന് തെലങ്കാനയിൽ നിന്നൊക്കെ എത്തിക്കുമെന്നാണ്. അപ്പൊ അല്ല, നമുക്കപ്പൊ അങ്ങനെ ആണെങ്കിലേ നിലവിൽ അത് ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സംഭവം ഇപ്പൊ ചെറിയ പ്രൈസ് വ്യത്യാസം വന്നതിന്റെ പേരിൽ ഇച്ചിരി പ്രശ്നമായിട്ടുണ്ട് ഉള്ള കാര്യം. ഇതിപ്പോ ഇത് 28 രൂപയ്ക്കായിരിക്കും ഇത് കൊടുക്കുന്നത്. അല്ല, അപ്പൊ നമുക്കത് എങ്ങനെ ഇവിടെ കിട്ടുമോ? ഈ സപ്ലൈകോ കിട്ടുമോ? ഇതിപ്പം എല്ലായിടത്തും വഴി കിട്ടും. പക്ഷെ മറ്റേതാണെങ്കിൽ അവര് ഒരു പ്രത്യേക അവരുടെ ഒരു സംവിധാനം വഴി മാത്രമാണ് ഇത് കൊടുക്കുന്നത്. സപ്ലൈകോ വഴി വിതരണം ചെയ്യും. അപ്പൊ നമുക്ക് അങ്ങനല്ല എന്റെ ഡൗട്ട്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ കാണുമ്പോൾ ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും റിപ്ലൈ കൊടുക്കണമല്ലോ. അപ്പൊ അല്ല, ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ പറയുന്ന സപ്ലൈകോയില് നമുക്ക് നിലവിൽ ഇപ്പൊ അരി കിട്ടുന്നുണ്ട്, ജയ അരി. അതിന് വില കൂടുതലാണ്. അപ്പൊ അത് പൊതുവിപണിയെക്കാട്ടില് ഒരു അല്പം കൂടെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ ആണ് സബ്സിഡി കിട്ടാനില്ല, ഉള്ള കാര്യം പറയാം. സബ്സിഡി കുറച്ചു. സബ്സിഡി കുറച്ചു. അല്ല, മാത്രമല്ല പലയിടത്തും സാധനം കിട്ടാനില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്യുന്ന സമയത്ത് അവിടെ നിർമ്മൽ എന്ന് പറഞ്ഞ അരി പവിഴ അരി എത്തിയിരിപ്പുണ്ട്. അതിന് കവറിനകത്തുള്ള വിലയെക്കാട്ടിലൊരു 10 രൂപയുടെ അല്ലെങ്കിൽ 15 രൂപയുടെ കുറവുണ്ട്. അത് കൂടുതൽ കുറവില്ല. അപ്പൊ നമുക്ക് സബ്സിഡി കിട്ടിക്കൊണ്ടിരുന്ന അരി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു അരിയുടെ ക്വാളിറ്റിയിലുള്ള അരി തന്നെ ആയിരിക്കും ഇത് ആ ക്വാളിറ്റി ആവണം. അത് ഇനി വന്നാലേ അറിയുള്ളൂ. ഏതായാലും എനിക്കങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങനെ പറയാം. അതുകൊണ്ടല്ല, എന്തറിയോ, നമുക്കിവിടെ പ്രാദേശികമായിട്ടുള്ള കർഷകരോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അവർക്ക് ചോദിച്ചിട്ട് അവർക്ക് ആർക്കും അറിയില്ല. നമ്മളീ പറയുന്ന പോലെ ഇത് കൊടുക്കുന്ന സംഭവം നല്ല സാധനമാണെങ്കിൽ ഓട്ടോമാറ്റിക് ഇപ്പൊ ജയാരി നമുക്കിപ്പോ ഇതിലിപ്പം വാർത്തയിലുണ്ട്. ഇതിപ്പോ നമ്മൾ കൊടുക്കുന്നത് ചമ്പാവ് മട്ട അരിയാണ് കൊടുക്കുന്നത്. അല്ല, 56 രൂപ വിപണിയിൽ വിലയുണ്ട്. 56 രൂപ അല്ല 58 രൂപ വരെ വില വരുന്നുണ്ട് നല്ല ജയ അരിക്ക്. ആ ജയ അരി 58 രൂപയുടെ സാധനം 28 രൂപയ്ക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ നല്ലതായിരുന്നു. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ഇത് കൊടുക്കുന്നത് ഈ ചമ്പാവ് മട്ട അരിയാണ് ഇനി കൊടുക്കാൻ പോകുന്നത്. അല്ല ഏട്ടാ, ഞാൻ ചോദിച്ചത് അത് പറയാൻ കാരണം അത് കൊടുക്കാൻ സാധിച്ചാൽ അടിപൊളി. ഒറ്റ ചോദ്യം, ഈ പറയുന്ന പോലെ ഈ കെ അരി എന്നുള്ളൊരു പേരിടുമ്പോ തന്നെ അവന്മാര് ട്രോൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ അറിയാം, ഈ കെയറിന്റെ കാര്യം പറഞ്ഞ പോലെ അല്ലെങ്കിൽ കെ ഫോണിന്റെ കാര്യം പറഞ്ഞ പോലെ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ട്രോൾ ഉണ്ടാക്കുന്നുണ്ട്. അവര് അത് മാത്രമാണല്ലോ. കെ ഫോൺ ഇപ്പൊ എത്ര സ്ഥലങ്ങളിലാണ് കെ ഫോൺ ഉള്ളതെന്ന് നോക്കുന്നത്. സർക്കാർ ഓഫീസുകളിൽ, അങ്ങനല്ല ഞാൻ പറയാൻ കാരണം അതുകൊണ്ട് ഈ പറയുന്ന ഈ സംഭവം മറ്റേ രണ്ടെണ്ണം അങ്ങനെ പൊതുജനങ്ങൾക്കിടയിൽ അങ്ങനെ കോമൺ ആയിട്ട് വന്നിട്ടില്ല. ഞാൻ അപേക്ഷിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കെ ഫോണിന്റെ. അപ്പൊ ഞാൻ കൊടുത്തപ്പോ എനിക്ക് വന്ന മെസ്സേജ് എന്ന് പറയുന്നത് അവൈലബിലിറ്റി അനുസരിച്ച് കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ പലയിടത്തും അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അല്ല, ആദ്യം ഈ പുറത്തേക്ക് ഇങ്ങനെ കൊടുത്തു വരുന്നേ ഉള്ളൂ. ഇപ്പം സർക്കാർ ഓഫീസുകള്, സ്കൂളുകള് അങ്ങനെയുള്ള ഇപ്പം സെക്രട്ടേറിയറ്റ് ഒക്കെ കംപ്ലീറ്റ് ആയി. അല്ല, വലിയ തുകയാണല്ലോ ഇത് പുറത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ കാശാണല്ലോ. സർക്കാർ ഓഫീസുകളിൽ ഇന്റർനെറ്റിന് വേണ്ടി കോടികളാണല്ലോ നമ്മൾ സർക്കാർ ചെലവഴിക്കുന്നത്. ആണല്ലോ ഇതുവഴി സർക്കാരിന് നമുക്ക് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികള്, അതേ കമ്പനികളുടെ തന്നെ അവര് പുറത്ത്
കൊടുത്തുകൊണ്ടിരിക്കുന്ന പിന്നെ റേറ്റ് എന്ന് പറയുന്നത് വലിയ തുകയാണ്. ആ തുക എന്ന് പറയുന്നത് നമുക്ക് സർക്കാരിന് കിട്ടുമ്പോൾ നമുക്ക് അതിനകത്ത് അവർ കമ്മീഷൻ റേറ്റ് ഒഴിവാക്കിയിട്ടായിരിക്കും തരുന്നത് സ്വാഭാവികമായിട്ടും. നമുക്ക് കുറച്ച് കിട്ടും. അപ്പൊ ഞാൻ അതല്ല പറഞ്ഞ. അപ്പൊ അതാണെങ്കിൽ പോലും ഇപ്പൊ സർക്കാർ ഓഫീസിൽ കിട്ടിയതുകൊണ്ട് പൊതുജനങ്ങൾക്ക് കിട്ടണമെന്നില്ല. എല്ലാവർക്കും ഒരുമിച്ച് കിട്ടണമെന്ന് അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഇവർ ഈ വലിയ വണ്ടിയെ കൊണ്ടുവന്നിട്ട് റേഷൻ കാർഡോ ആധാർ കാർഡോ ഒന്നും ചോദിക്കുന്നില്ല. അവർ കൊണ്ടുവന്ന് റോഡിൽ കൊണ്ടുവന്ന് ഇന്ന് തലേദിവസം ഫേസ്ബുക്കിലും ഒക്കെ ഇടുന്നു. 19 രൂപയുടെ വിലയില്ലാത്ത അരിയാണ് അവർ 29 രൂപയ്ക്ക് കൊടുക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് ചേട്ടാ, ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണ്, നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ അവരെ പച്ചയ്ക്ക് പറയുന്നതിനേക്കാൾ ഉപരി ഈ പറയുന്ന സാധനങ്ങളുടെ അവൈലബിലിറ്റി അവരത് എത്തിക്കുന്നുണ്ടെന്നുള്ളൊരു വലിയ കാര്യമാണ്. പറയാനും പറ്റുള്ളൂ. ഇത് കേരി കിട്ടിയിട്ടേ പറയാനും പറ്റുള്ളൂ. അത് വന്നു എന്ന് പറയാനേ പറ്റത്തുള്ളൂ. നിലവിലത്തെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വലിയ പാടാണ്. ഇത് കൊടുക്കുമെന്ന തീരുമാനമായതാണ്. അത് പറയുന്നുണ്ട്, മന്ത്രി പറയുന്നുണ്ട്. പക്ഷെ അത് ഈ പറയുന്ന പോലെ ആദ്യത്തെ ഒരു സ്റ്റണ്ട് എന്നുള്ള രീതി വന്നു പോയാൽ പോയി. കാരണം ഇലക്ഷന്റെ കാര്യമൊക്കെ ബേസ് ചെയ്ത് വരാൻ പോവാ. ഇപ്പൊ ഇലക്ഷനോടനുബന്ധിച്ച് പുതിയൊരു പ്രഖ്യാപനം വരാനും പറ്റത്തില്ല. ഇപ്പൊ ഈ വരുന്ന ആഴ്ച മിക്കവാറും ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സംഭവം നടക്കത്തുമില്ല. നിലവിലെ കേരളത്തിന്റെ ഖജനാവിന്റെ അവസ്ഥ അനുസരിച്ച് ഇങ്ങനൊരു സാധനത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഫണ്ട് റേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സാധ്യത കുറവൊന്നുമല്ല. അല്ല അങ്ങനല്ല, വരുന്നു. മന്ത്രി പറഞ്ഞു ഉള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, ഇത് വന്നു. അതേതായാലും നോക്കാം. എനിക്ക് ഒരു മീറ്റിംഗ് ആണ്. ആയിക്കോട്ടെ. ഓക്കെ സാർ. ഒരു വാക്ക് പറയാം. ഇന്ന് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ ഒരു വിദ്യാലയത്തിൽ അധ്യാപകര് അവിടെ ഒരു ഗണപതി ഹോമം കഴിച്ചു. എന്തോ വലിയ അപരാധം ചെയ്തു എന്നതുപോലെയാണ് പിണറായി വിജയൻ. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് തുടക്കമിടുന്നത് ഗണപതി ഹോമമാണ്. ഗണപതി ഹോമം കഴിച്ച പ്രധാന അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ്. നിയമസഭാ സ്പീക്കർ ഗണപതി മിത്താണെന്ന് പറഞ്ഞു. ഇപ്പോൾ പിണറായി വിജയൻ ഗണപതി ഹോമം കഴിച്ചതിന് അധ്യാപകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വിഘ്നേശ്വരനോടാണ് കളിച്ചിട്ടുള്ളത് രണ്ടാമത്തെ തവണയും. പിണറായി വിജയ, കാലാവധി തികക്കില്ല എന്ന് പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. ഈ നാട്ടിലെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അധികം വാഴാമെന്ന് വിചാരിക്കേണ്ട. ഈ നാട്ടിലെ ജനങ്ങൾ താങ്കളെ വലിച്ച് താഴെ ഇറക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാസപ്പടിയും തട്ടിപ്പും വെട്ടിപ്പും കള്ളക്കടത്തും എല്ലാം നടത്തി കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങൾ, രമ്യഹർമ്മ്യങ്ങൾ ഞങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർത്ത് താഴെയിടും എന്ന് പറയാനാണ് കേരള പദയാത്ര പോകുന്നത്. അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് കേരള പദയാത്ര.